നേരം വെളുത്തപ്പം എന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. അതാരെ ട്രാൻസ്ഫർ ചെയ്തത്? ഉമ്മൻചാണ്ടി ഒരു മകളുടെ മഹാനായിരുന്നു. വളരെ വളരെ ഒരു എന്താ പറയുക, വാഴ്ത്തപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ വിശുദ്ധനെന്ന് തീർച്ചയായിട്ടും. കാരണം ഒരിക്കലും ഉമ്മൻചാണ്ടി തന്നെ ഞാൻ ഈ വിജിലൻസിൽ നിന്ന് ഈ ബാർ കേസൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഫയർഫോഴ്സിലേക്ക് എന്നെ അവിടെ പ്രൊമോഷൻ ആക്കിയിട്ട് ഫയർഫോഴ്സിലേക്ക് മാറ്റി. നിയമം അങ്ങനെ ഇരിക്കുകയും ചെയ്യണം. സോ ഞാനിത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പാടില്ല, പ്രാക്ടിക്കലാകണം എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാതെ നിയമം നടപ്പാക്കുന്ന ആളുടെ പുറത്ത് കയറി എങ്ങനെ ശരിയാവുക? ഉദാഹരണം ഞാൻ പറയാം. A.K. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി എൻവയോൺമെൻറ്റിൻ്റെ സീനിയർ അഡ്വൈസറായിരുന്നു. ചില മന്ത്രിമാർക്ക് അവർക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പദ്ധതി എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം, അവരുടെ പോക്കറ്റിൽ മോണിറ്റൈസ് ചെയ്യാൻ അറിയാമല്ലോ, അവരുടെ പോക്കറ്റിലേക്ക് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാമെന്ന് താല്പര്യമുള്ള ചില ആൾക്കാരുണ്ടാവും. ഇപ്പോൾ മോദി കൃഷിക്കാർക്ക് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് കൊടുക്കത്തില്ലേ? 2005 സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അന്ന് നമ്മൾ തുടങ്ങിയത്. അത് ഡയറക്റ്റ് കൃഷിക്കാർക്ക് 15 ദിവസത്തിനകം നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അവരൊക്കെ പ്രാക്ടിക്കലാണ്. അവരൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ജനങ്ങളോട് ഉത്തരം പറയണമെന്നുള്ള ചിന്ത അവർക്കില്ല. ഞാൻ പറഞ്ഞത് UDF അധികാര തുടർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കിയ പ്രധാന വ്യക്തികളിൽ ഒന്ന് സാറാണെന്ന് പറയുന്നത്. അന്നത്തെ K. M. മാണി, ഉമ്മൻചാണ്ടിയുടെ ഭരണം, അവരുടെ ചില പ്രവർത്തനങ്ങൾ, സാറിൻ്റെ അഴിമതി വിരുദ്ധ മുന്നേറ്റം, പിന്നീട് സാറ് LDFിലേക്ക് UDF മാറി LDF വരുമ്പോൾ സാറ് മുഖ്യ ആളായിട്ട് വന്നു. അവർക്ക് പിന്നീട് സാറ് അനിഷ്ടമായി മാറി. അതൊക്കെ ഒന്ന് പറയാമോ? ഒരു മുന്നണിയുടെ പരാജയം 2014 UDF ഭരിക്കുന്ന സമയത്ത് ആണല്ലോ എന്നെ തുറമുഖ വകുപ്പിൽ നിന്ന് ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതിയും ഈ മാരിടൈം എഡ്യൂക്കേഷനിൽ 36ഓളം തൊഴിലധിഷ്ഠിത കോഴ്സ് നടത്താനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരുന്നപ്പം, അതുപോലെ ഹൗസ് ബോട്ട് സെക്ടർ ഉണ്ടല്ലോ, വിജിലൻസ് ആ സമയത്തായിരുന്നു. ഇല്ല അത് കഴിഞ്ഞിട്ട് ഈ ഹൗസ് ബോട്ട് സെക്ടറിലും ആക്സിഡന്റ് ഇല്ലാതെ ബോട്ടിന്റെ രജിസ്ട്രേഷൻ പരിപാടിയും ട്രെയിനിങ്ങും ഒക്കെ ആ സമയത്താണ് നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ തുറമുഖ വകുപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊന്നും ഞാൻ വേണ്ട. കാരണം മണൽ മാഫിയയുടെ താല്പര്യമാണ് വേണ്ടതെന്നുള്ളത് തീരുമാനിച്ചവരാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ലേ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അറിയാതെ എൻ്റെ അതേ സീനിയോറിറ്റി ഉള്ള, അന്ന് ഞാൻ IG ലെവലോ അല്ലെ ADGP ലെവലോ മറ്റോ ആയിരിക്കും. അപ്പോൾ ആ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനിക്കണം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നെ ട്രാൻസ്ഫർ ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാണ്? കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കണ്ട ഇവിടെ, അതുപോലെ മാരിടൈം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇവിടെ നടപ്പാക്കണ്ട, അതുപോലെ ഇവിടെ ഹൗസ് ബോട്ടും അല്ലെ തേക്കടിയിലുള്ള ബോട്ടുകളും അവിടെയൊക്കെ സീറോ ആക്സിഡന്റ് എന്ന് പറഞ്ഞ പോളിസി നയമൊന്നും ഇവിടെ നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ച ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ആ ഉമ്മൻചാണ്ടിക്ക് താല്പര്യങ്ങൾ വേറെയായിരുന്നു. ആ താല്പര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ബാർ കേസായിട്ടും പാറ്റൂർ കേസായിട്ടും ഒക്കെ പിന്നീട് നമ്മൾ കേൾക്കുന്നതാണ്. ആ സമയത്ത് സാറ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോ പാലായിലുള്ള മന്ത്രിയായ മാണി അടക്കമുള്ളവരോട് നേരിട്ട് ഈ പോക്ക് ശരിയല്ല എന്ന് എപ്പോഴെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സാറിൻ്റെ പ്രതികരണം ആ രംഗത്ത് എങ്ങനെയായിരുന്നു? ഒന്ന്, ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ മന്ത്രിസഭ 2011 മറ്റാണെന്ന് തോന്നുന്നു, ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ യൂണിഫോം ഇട്ട് IG ആയിട്ട്, എന്നാൽ ഞാൻ IG റാങ്ക് കമ്മിറ്റാണ്, IG ആയിട്ട് പോസ്റ്റ് വേണമെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഈ തുറമുഖ വകുപ്പിൽ ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി, മാരിടൈം എഡ്യൂക്കേഷൻ, അതുപോലെ അതെ അപ്പം ഇത് ഞാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പം ഞാൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് അറിയാലോ, ഒരു പദ്ധതി പാതി വഴിക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു വിഷനിൽ മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ അത് ഞാനൊരു ലെവലിൽ എത്തിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പോകാമെന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു. അപ്പം അന്നത്തെ മന്ത്രി ഒരു വിജയകുമാറല്ല, അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി, ഞാൻ പേര് പറഞ്ഞത്, ട്രിവാൻഡ്രംകാരനായ ഒരു മന്ത്രി, വിജയകുമാറോ അല്ല, വിജയകുമാർ നല്ല പേര്, ശിവകുമാർ അങ്ങനെ എന്തൊരു പേരാണ്. അപ്പോൾ അദ്ദേഹം വരുന്ന ട്രാൻസ്പോർട്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രി ഒരു ദിവസം ഉമ്മൻചാണ്ടിയുടെ അടുത്ത് വന്നിട്ട് എന്നെ KSRTC MD ആക്കണമെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ എന്നെ വിളിപ്പിച്ചു. ഇപ്പോൾ ഞാനോട് വന്നപ്പോൾ തന്നെ ഈ ട്രാൻസ്പോർട്ട് മന്ത്രിയുണ്ട്, ഉമ്മൻചാണ്ടി റൂമിൽ. അപ്പോൾ പറഞ്ഞു, എന്നോട് KSRTC MD ആണെന്ന് ഈ മന്ത്രി പറയുന്നു, എന്താണ് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഞാൻ റിസൈൻ ചെയ്യുമെന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു. അപ്പം ഉമ്മൻചാണ്ടി അന്ന് ഈ ഓരോ മന്ത്രിമാർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ച് അദ്ദേഹം അന്ന് ഹോം മിനിസ്റ്ററും കൂടെ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത്. അപ്പം
യൂണിഫോം ഉള്ളത് ഇത് വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് അത് ഞാൻ പറയാൻ കാരണം ഈ തുറമുഖ വകുപ്പിലെ കോസ്റ്റ് ഷിപ്പിംഗ് പദ്ധതി, മാരിടൈം എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു കുറച്ചുകൂടെ സാധാരണ ഉദ്യോഗസ്ഥരപ്പം മാറിപ്പോവുള്ളൂ. ഞാനതിൽ ഇത് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തത്. എന്റെ സ്വാർത്ഥമായ താല്പര്യമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു അതിനി എന്ത് ആയിക്കോട്ടെ, ഞാനതിനെ കെയർ ചെയ്യുന്ന അത് നശിച്ചു പോയിക്കോട്ടെ എന്ന് എനിക്ക് തീരുമാനിച്ചാൽ മതി. പക്ഷെ അങ്ങനെ തീരുമാനിച്ചു ഞാൻ നാടിന് വേണ്ടിയിട്ട് ഈ പദ്ധതി നടപ്പാകണമെന്നുള്ള ഉദ്ദേശത്തിൽ അതൊരു ഒരു മുഴുവിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ആണ് ഞാൻ മുന്നോട്ട് പോയത്. പിന്നെ പക്ഷേ ഈ മണലിന്റെ പ്രശ്നം വന്ന് മണൽ മാഫിയ ആയിട്ടുള്ള പ്രശ്നം വന്നപ്പോഴത്തേനും ഉമ്മൻചാണ്ടിയൊക്കെ മണൽ മാഫിയയുടെ കൂടെ നിന്നു. ഇതൊക്കെ ഉപേക്ഷിച്ചു. എന്നെ അന്ന് ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോട്ടാണെന്ന് അറിയാവോ? ലോകായുക്ത എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പ്രൊമോഷൻ അല്ലായിരുന്നോ? എന്തോ പ്രൊമോഷനാണ്. കാരണം ഈ ഹൈക്കോടതിയുടെ ജഡ്ജിമാരുടെ കൂടെയൊക്കെ ഇരുന്ന് നമുക്ക് ജോലി ചെയ്യാം. അപ്പൊ അത് പ്രൊമോഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം അവിടെ പോയിരുന്നിട്ട് അപ്പം ഹൈക്കോടതിയിലെ ജഡ്ജിമാര് ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റാങ്കിലുള്ള ഒരാളും മറ്റു 2 നോർമൽ ജഡ്ജിമാരുടെ റാങ്കിലുള്ള 3 പേരാണ് ലോകായുക്തയിലുള്ളത്. അപ്പൊ ആ 3 പേരുമായിട്ട് അപ്പൊ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് ചിന്തിക്കുന്നതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം അതുകൊണ്ട് കിട്ടി. കാരണം നമുക്ക് വേറെ അധികം അവിടെ ഒരു റിലാക്സ്ഡ് ആയിട്ടാണ് ഈ ലോകായുക്തയിലെ പണി. കമ്മീഷൻ മുമ്പായിരുന്നു അല്ലേ? വിമൻസ് കമ്മീഷൻ അതിന് മുമ്പ്. അത് 2000 എവിടെ ചെന്നാലും സാർ അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടോ? അവിടുന്ന് ഈ ലോകായുക്തയിൽ നിന്ന് എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ കാരണം ഒരു ലോകായുക്തയിൽ പല പരാതികൾ വരുമല്ലോ, മാൽ അഡ്മിനിസ്ട്രേഷന്റെ പരാതികൾ വരും. അതിൽ ലോകായുക്ത വന്നാണ് ഈ പാറ്റൂർ കേസൊക്കെ. അതുപോലെ ഒരു ദിവസം ഈ നമ്മുടെ ബെവറേജ് കോർപ്പറേഷന്റെ ഈ സീലടിക്കുമല്ലോ മദ്യത്തിന്റെ കുപ്പിയുടെ മുകളിൽ ഇങ്ങനെ, ആ സീലടിക്കുന്ന ആ സീല് ഈ സാധാരണ സീഡിറ്റോ അതുപോലെ എന്തോ ഒരു സ്ഥാപനത്തിനാണ് അന്ന് ഇത് അടിക്കാൻ കൊടുത്തിരിക്കുന്നത്. അതിന് പകരം ഇത് പാലക്കാട് ഒരു കക്ഷി ചുമ്മാ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ എവിടെ വേണേലും ഈ സാധനം അടിച്ച് ഇങ്ങനെ ഈ സീൽ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പരാതി അങ്ങനെയാണ്. പരാതി അവിടെ ലോകായുക്ത കിട്ടിയപ്പോൾ അത് എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അന്വേഷണം ഞാൻ തുടങ്ങി. ബെവറേജ് കോർപ്പറേഷനിലും സീഡിറ്റിലും പോയി അതിൻ്റെ ഫയൽ കൊണ്ടുവന്ന് രാത്രി 8 മണിയായിട്ടാണ് ഈ രാവിലെ മുതൽ അതിൻ്റെ എഫേർട്ടായിരുന്നു ഈ ഫയൽ ബെവറേജ് കോർപ്പറേഷൻ്റെ ഈ സ്റ്റിക്കർ, വ്യാജ സ്റ്റിക്കർ അടിയുടെ ഫയലുകൾ ഞാൻ എടുത്ത് പിറ്റേ ദിവസം രാവിലെ എന്നെ ട്രാൻസ്ഫർ ചെയ്തു. ആരെ ട്രാൻസ്ഫർ ചെയ്തു? ഉമ്മൻചാണ്ടി. ബെവറേജസ് കോർപ്പറേഷന്റെ വ്യാജ സ്റ്റിക്കറിന്റെ പരാതി ലോകായുക്തയിൽ ഞാൻ അന്വേഷിച്ച് അതിന്റെ ഫയല് ബെവറേജ് കോർപ്പറേഷന്റെ ഓഫീസിൽ നിന്നും സീഡിറ്റിന്റെ ഓഫീസിൽ നിന്നും ഒക്കെ എടുത്ത് രാത്രി 8 മണിക്കാണെന്ന് അതിന്റെ SP ഞങ്ങളെല്ലാവരും കൂടെ അത് ഓഫീസിൽ കൊണ്ടുവന്ന് അത് പൂട്ടി. അപ്പം 8:30 ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് നാളെ നോക്കി തുടങ്ങാന്ന് പറഞ്ഞു, നമുക്ക് പോകാന്ന് പറഞ്ഞു. നേരം വെളുത്തപ്പം എന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ആ കേസ് അതാരെ ട്രാൻസ്ഫർ ചെയ്തത്? ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഉമ്മൻചാണ്ടി ഒരു മഹാനായിരുന്നു. വളരെ ഒരു എന്താ പറയുക, വാഴ്ത്തപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ വിശുദ്ധനെന്ന് തീർച്ചയായിട്ടും. കാരണം ഈ ബെവറേജ് കോർപ്പറേഷന്റെ സ്റ്റിക്കർ വ്യാജമായിട്ടുള്ള അന്വേഷിച്ചതിനെ രാത്രി തന്നെ രാഖിരാമൻ എന്നെ ട്രാൻസ്ഫർ ചെയ്തില്ലേ? അപ്പൊ വിശുദ്ധനാണല്ലോ തീർച്ചയായിട്ടും. അതിനുശേഷമാണ് ബാർ കേസ് വരുന്നത്. അപ്പൊ ബാറും മദ്യവും ഒക്കെ ആയിട്ട് ഉമ്മൻചാണ്ടിക്ക് നല്ല ഒരു അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് ബാർ കേസ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ബാർ കേസിന്റെ ഈ ഞാൻ അപ്പം വിജിലൻസിലേക്ക് ADGP ആയിട്ട് പിന്നീട് വന്നു. അപ്പം വിജിലൻസിൽ വന്നപ്പോഴത്തേക്കും അന്ന് വിജിലൻസ് ഞാൻ ഇപ്പം ലോകായുക്തയിൽ എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവിടുന്ന് എന്നെ മാറ്റി. അപ്പം വിജിലൻസ് വേറൊരു ഡയറക്ടറുണ്ട്. അപ്പൊ ഞാൻ അവിടെ എനിക്ക് പ്രത്യേക ഇൻഡിപെൻഡന്റ് ചുമതലയൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ വിജിലൻസിൽ ഇങ്ങനെ ADGP ആയിട്ടിരിക്കുക. ഡയറക്ടർ വേറെ മുകളിൽ ആളുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബാർ കേസ് എന്ന് പറയുന്ന സാധനം വരുന്നത്. അത് കയറി പിടിച്ചു. അപ്പം കയറി പിടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അന്വേഷണം ഇങ്ങനെ നടക്കുകയാണല്ലോ. സാറിന് ഈ അധികാരികളോട് വലിയ ഭയമൊന്നുമില്ലേ? രണ്ടും കൽപ്പിച്ച് അങ്ങ് നടപടി എടുക്കും. അല്ല, ഞാൻ പറഞ്ഞേ, സർക്കാർ ഉദ്യോഗസ്ഥര് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അധികാരികൾക്ക് വിധേയപ്പെട്ട് പോകുന്നതാണ് പൊതുവേ കാണുന്നത്. എന്തിനാ വെറുതെ കുസ്തി കളിക്കാൻ പോകുന്നത്? അവരുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുക, അധികാരിയുടെ താല്പര്യം സംരക്ഷിക്കുക. സാറ് അങ്ങനെ അധികാരികളോട് താല്പര്യത്തിന് നിൽക്കാതെ ഒരു സ്വതന്ത്ര വ്യക്തിത്വം സൂക്ഷിച്ചോ? അല്ല, അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ചില പാലക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതായിട്ട്. എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് വെച്ച് കഴിഞ്ഞാല് ധിക്കാരമാണോ? എന്തോ ധിക്കാരം എന്ന് വേണം പറയാൻ പറ്റൂ? ധിക്കാരമല്ലല്ലോ, ആത്മവിശ്വാസം. പാലക്കാര് പണ്ട് ഈ കുടിയേറ്റം കുറെ കുടിയേറി അവിടെയൊക്കെ മലബാറിലേക്കും ഇടുക്കിയുടെ അങ്ങോട്ടും ഒക്കെ പാലാ പ്രദേശത്ത് നിന്ന് കൂടുതൽ ആളുകൾ പോകാറുണ്ട്. അന്ന്
അവർക്ക് ഈ മലമ്പനിയെയും അവിടുത്തെ കരടിയെയും ആനയെയും പുലിയെയും ഒക്കെ പേടി ഉണ്ടായിരുന്നെങ്കിൽ അവർ പോകില്ലല്ലോ. ഇപ്പൊ പേടി എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞ ഒരു ആൾക്കാരാണ് ഈ പാലക്കാരെന്നാണ് പൊതുവെ ഒരു പറച്ചില്ല. പേടി കുറച്ച് കുറവാ. മറ്റു പ്രദേശത്തുള്ളവർക്ക് പേടി അതെനിക്ക് അറിഞ്ഞില്ല. പക്ഷെ കുടിയേറ്റം ഇപ്പൊ ഈ മലമ്പനിയും കടുവയും പുലിയും ആനയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ പേടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിലിരിക്കത്തല്ലേ ഉള്ളൂ. നമ്മൾ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. അപ്പൊ പേടി കുറച്ച് അത് പാലക്കാരുടെ ഒരു സ്വഭാവം ആയിരിക്കാം. താല്പര്യങ്ങൾ അധികം ഇല്ലാത്തവർക്കല്ലേ പറ്റുള്ളൂ. എന്തോ രണ്ടും കൽപ്പിച്ച് നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം, ദൈവാശ്രയം, കരുത്തുള്ളവർക്കല്ലേ അത് പറ്റുള്ളൂ. അത് ഉണ്ടായതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു പാലക്കാരൻ എന്നുള്ള ഒരു അത് എല്ലാ പാലക്കാർക്കും ഉണ്ടോ എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു തിയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൂവ് ആക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും പറ്റില്ല. പക്ഷെ എന്നാലും ഞാനിങ്ങനെ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ ഒരു കുറച്ച് ബയോഗ്രഫികൾ വീട്ടിൽ എൻ്റെ ഫാദർ ഇങ്ങനെ ബയോഗ്രഫികൾ വാങ്ങിച്ചു. വിശ്വാസിയായിരുന്നു. അന്ന് ഞാൻ വായിച്ചതിൽ ഞാൻ പല പ്രാവശ്യം വായിക്കുകയും എനിക്ക് അതുപോലെ ആയിത്തീരണമെന്നും ആഗ്രഹമുണ്ടായിരുന്ന 2 ബയോഗ്രഫീസ്. ഒന്ന് ഡൊമിനിക് സാവിയോ, 2 ഫാദർ ഡാമിയൻ. അപ്പോൾ ഡൊമിനിക് സാവിയോയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി. ഫാദർ ഡാമിയൻ പിന്നീട് കുഷ്ഠരോഗികൾക്ക് ഇടയ്ക്കൊക്കെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തി. പക്ഷേ ഈ 2 പേരുടെ ബയോഗ്രഫിയിൽ എന്നെ അട്രാക്ട് ചെയ്ത, ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള, അവരെ പോലെ ആയിത്തീരണമെന്ന് ചെറുപ്പത്തിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹവും ചെറുപ്പകാലത്ത് ഈ വീട്ടിൽ നിന്ന് അച്ഛനാകാൻ വേണ്ടി ആള് ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ പിടികൊടുത്തില്ല. ഞാനല്ല, ഫാദർ പിടികൊടുക്കുന്നുണ്ട്. ഫാദർ നീ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിവേ അന്ന് എനിക്ക് ഫാദർ ഡാമിയനെ പോലെയോ അല്ലെങ്കിൽ ഈ ഡൊമിനിക് സാവിയെ പോലെ ആകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അവര് പേടിയുള്ളവരായിരുന്നില്ല. ഫാദർ ഡാമിയൻ പേടിയുണ്ടായിരുന്ന കുഷ്ഠരോഗികളുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ പോകും. എനിക്കും കുഷ്ഠരോഗം പിടിക്കുമെന്ന് ഞാൻ പോകില്ലല്ലോ. പേടിയില്ലാത്തതിന്റെ ഒരു ലക്ഷണമാണല്ലോ. അതുപോലെ ഒരു എന്താ പറയാ, ഒരു ക്രൗഡിന്റെ കൂടെ അല്ലെങ്കിൽ ഹെർഡ് മെന്റാലിറ്റി എന്നൊക്കെ പറയുമല്ലോ. അതായത് ഹെർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാ ആടും അങ്ങോട്ട് പോകുന്ന ഒരു ഹെർഡ് മെന്റാലിറ്റി ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഈ ഫാദർ ഡാമിയനും ഡൊമിനിക് സാവിയോ ഒന്നും ഹെർഡ് മെന്റാലിറ്റി ഉള്ളവരായിരുന്നില്ല. അവര് അവരുടേതായ ഒരു ചിന്തയും അതൊരു ധൈര്യം എന്ന് പറയുന്നത്. അതെ, എന്നാലല്ലേ ഈ ഹെർഡ് മെന്റാലിറ്റി ഇല്ലാതെ. ഇപ്പം നമ്മള് ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം, നിങ്ങൾ പ്രാക്ടിക്കൽ ആകണമെന്ന് പലരും എന്നെ പല കാലങ്ങളിൽ ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട് പ്രാക്ടിക്കൽ ആകണം എന്ന് പറഞ്ഞു. നാട്ടുകാരൊക്കെ എന്നെ ഉപദേശിക്കാറുണ്ട്. അതെ, കാരണം ഈ എന്താ പറയുക, ഹെർഡ് മെന്റാലിറ്റി ആണ് നല്ലത്, അതാണ് പ്രാക്ടിക്കല്. എല്ലാരും ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും ഉമ്മൻചാണ്ടി തന്നെ, ഞാൻ ഈ വിജിലൻസ് ചെയ്യുന്ന ഈ ബാർ കേസൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഫയർഫോഴ്സിലേക്ക് അവിടെ പ്രൊമോഷൻ ആക്കിയിട്ട് ഫയർഫോഴ്സിലേക്ക് മാറ്റിയപ്പോഴത്തേനും അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഈ ഫയർ എന്ന് പറയുന്ന ഒരു NOC കൊടുക്കണം. വലിയ ഫ്ലാറ്റുകൾക്കൊക്കെ NOC കൊടുക്കും. ആ ഫയലൊക്കെ അവിടെ വരും. അപ്പോൾ ഫയർ ആക്ട് എന്ന് പറഞ്ഞാൽ 1962 ഒരു നിയമമുണ്ട്. അതനുസരിച്ചാണ് ഈ ഫയർ NOC വേണം 3 നില കൂടുതലോ 4 നില കൂടുതലൊക്കെ ഉള്ളതിന്. അപ്പോൾ അത് ഫയലിങ്ങനെ വരും. അതിലിങ്ങനെ ഈ ബ്ലൂ പ്രിന്റ് ഉണ്ടല്ലോ, ഈ 15 നിലയുണ്ട്, 15 പേജുകളുടെ ആ വലിയ സാധനം ഉണ്ടാവും. അപ്പോൾ വലിയ കെട്ട. അപ്പോൾ അത് ഈ ഫയർ ഓഫീസേഴ്സും അതിൻ്റെ മുകളിലുള്ള ഡയറക്ടർ ഫയറും ഒക്കെ അവരെല്ലാം നോക്കി റെക്കമെൻഡേഷനോടുകൂടി വരും. ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത ഒരു ലെറ്റർ തന്നെ ഫയർ NOC എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ താഴെ ഒപ്പിട്ടാൽ മാത്രം മതി, വേറെ എനിക്ക് വായിച്ചു പോലും നോക്കണ്ട. ഞാൻ എഞ്ചിനീയർ അല്ലല്ലോ, എനിക്ക് ഈ ബ്ലൂ പ്രിന്റ് മനസ്സിലാകും, ബിൽഡിങ്ങിൻ്റെ ഒന്നും എനിക്ക് മനസ്സിലാകത്തുമില്ല. അപ്പോൾ അതൊക്കെ വിവരമുള്ളവരൊക്കെ നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതും. ഒപ്പിട്ടാൽ മതി. അപ്പം ഞാൻ വന്നപ്പോഴത്തേനും എനിക്കൊരു സംശയം, ഞാൻ ഈ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവിടെ ഇനി തീ പിടിച്ചാൽ അത് ഞാൻ ഉത്തരവാദിയാണല്ലോ, ഞാനത് NOC കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് തീ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എനിക്കാണല്ലോ ബാധ്യത, ഉത്തരവാദിത്തം. അതാണ് നമ്മളൊരു പബ്ലിക് സർവീസിൽ നമ്മളൊരു പണി ചെയ്യുമ്പോൾ അത് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ അല്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ പ്രാക്ടിക്കൽ അല്ല. അപ്പം പക്ഷെ ഞാൻ പ്രാക്ടിക്കൽ അല്ലാതെ ഈ പറഞ്ഞ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ അവിടെ ഡയറക്ടറോടും ചോദിച്ചു, ഇവിടെ തീ പിടിക്കത്തില്ല എന്ന് ഉറപ്പുണ്ടോ? പുള്ളി പറഞ്ഞാൽ ഉറപ്പൊന്നുമില്ല. അവന് ഉറപ്പാക്കണ്ടേ? അവിടെ ആ ബിൽഡിങ് നമ്മളിങ്ങനെ NOC കൊടുത്തു കഴിഞ്ഞാൽ തീ പിടിക്കാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും അവിടെ ചെയ്തിട്ടുണ്ട്. സാധ്യമായി ഇപ്പോഴത്തെ ടെക്നോളജിയും വിവരവും അനുസരിച്ചുള്ള എല്ലാം മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണമല്ലോ. നയം ഒന്നും കൂടെ പഠിച്ചു. അപ്പം ഞാൻ
ഇതിനെപ്പറ്റി ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പം ഞാൻ ഈ നമ്മുടെ ബിൽഡിംഗ് മാനുവലിൽ തന്നെ ഫയർ സേഫ്റ്റി, ലൈഫ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുത്തിയിരുന്ന് പഠിച്ചു. അപ്പോൾ ഇത് എന്താണ് ഈ ആക്ട്, ഇതിൻ്റെ എവിടെ എന്തൊക്കെ വെച്ചിട്ടാണ് നോക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ പൊക്കമൊക്കെ എനിക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ രാത്രി കുത്തിയിരുന്ന് പഠിച്ചു. സാധാരണ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമില്ലാത്ത കാര്യം അതൊക്കെ. എന്തോ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. അത് പ്രാക്ടിക്കൽ ആയിരുന്നില്ല. ഞാൻ അല്ല, താഴെയുള്ള ആൾക്കാർ അവർ പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാനിങ്ങനെ പ്രാക്ടിക്കൽ അല്ലാതെ ഇതൊക്കെ ഇരുന്ന് പഠിച്ചിട്ടൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. അന്നെന്തോ ഒരു 10-20 പോയിന്റ് ഇങ്ങനെ ലൈഫ് സേഫ്റ്റിക്ക് വേണ്ട ചില സാധനങ്ങളുണ്ട്. അതായത് മുകളിൽ വാട്ടർ ടാങ്കിൽ സെപ്പറേറ്റ് വെള്ളം ഉണ്ടാകുമോ, അത് താഴെ അസംബിൾ ചെയ്യാനുള്ള സാധനം ഉണ്ടാകുമോ, ഈ ഫയറിനുള്ള അലാം വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ബിൽഡിംഗ് വേണ്ടേ. ആ സാധനങ്ങളൊക്കെ എന്താണോ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ വെച്ചിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് എല്ലാ ഫയർ സ്റ്റേഷനും കഴിച്ചു കൊടുത്തു. ഇനി നിങ്ങൾ അവിടുന്ന് നോക്കുമ്പോഴത്തേനും ഇത് പോയിട്ട് ടിക്ക് ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്ന് ടിക്കില്ലെങ്കിൽ അവരോട് പറയുക, അത് കൂടെ ഒന്ന് ആക്കിയിട്ട് ഇത് തരാൻ പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് ഫയർ പിടിക്കാൻ പാടില്ലല്ലോ, മനുഷ്യരുടെ സേഫ്റ്റി അല്ലേ. ഈ ഫ്ലാറ്റിൽ പോയി താമസിക്കുന്ന സാധാരണക്കാർ ഇവിടെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ നോക്കിയിട്ടുണ്ട്, ബാക്കി എല്ലാവരും നോക്കിയിട്ടുണ്ട്. അവന് നമുക്ക് സേഫായിട്ട് താമസിക്കാന്നല്ല അവർ കരുതുന്നേ. അവരുടെ പ്രിസംഷൻ അതാണ്. അപ്പം നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? അത് സേഫ് ആയിരിക്കണം. അപ്പം ഈ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത് അയച്ചു. അപ്പോഴത്തേനും ഉമ്മൻചാണ്ടി എന്നോട് ചോദിച്ചു, ഇതിനു മുമ്പ് ഇവിടെ എത്രയോ DGPമാരും ADGPമാരും ഫയറിന്റെ ഇതായിട്ടിരുന്നുണ്ട്, അവർക്കൊന്നൊരു പ്രശ്നമില്ലായിരുന്നല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ ഈ പ്രശ്നം എന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചു എന്നോട്. അപ്പം അതാണ് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചത്, നിങ്ങൾക്ക് മാത്രം എന്താണ് ഈ നാട്ടുകാരോട് ഇത്ര ഉത്തരവാദിത്വം? അതായത് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ, ബിൽഡിങ്ങിൽ കയറുന്നവർക്കൊക്കെ തീ പിടിച്ച് ചത്താലൊക്കെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ഇതിനു മുമ്പിരുന്ന് ആർക്കും പ്രശ്നമില്ലായിരുന്നല്ലോ എന്ന് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു. അപ്പം ഞാൻ മറുപടി എന്തായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ സാർ എന്നെ മാറ്റിക്കോ. പക്ഷെ 83 ദിവസം എന്നെ ഇരുത്തിയുള്ളൂ അവിടെ ഉമ്മൻചാണ്ടി. അത് മാറ്റി. കാരണം അത് അന്ന് ഈ ഫ്ലാറ്റുകാരുണ്ടല്ലോ, വലിയ ഫ്ലാറ്റുകാർ, ഫ്ലാറ്റുകാർ വലിയ കോടീശ്വരന്മാരാണല്ലോ, അവര് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കക്ഷികൾ. അപ്പോൾ അവരുടെ സംഘടന വന്നിട്ട്, അപ്പോൾ അന്ന് നിയമസഭ കൂടുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു. അപ്പോൾ ഇവരുടെ സംഘടനയും കക്ഷികളൊക്കെ വന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ റൂമിൽ, അസംബ്ലിയിലുള്ള റൂമുണ്ട്, ആ റൂമിൽ വെച്ചിട്ട് മീറ്റിംഗ്. ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നതാണ് പ്രശ്നം, ഇത് നോക്കാൻ പാടില്ല. നോക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ഈ ബിൽഡേഴ്സിന് അതനുസരിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അത് അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഏറ്റവും ലാഭം ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ പിന്നെ അവരുടെ വഴിക്കായി എന്നുള്ളതാണ് ഉത്തരവാദിത്വം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നടക്കില്ല, ഇത് ഈ നിയമത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ഫയർ ആക്ട് അങ്ങ് മാറ്റിക്കോ, എന്നിട്ട് ഈ ഫയർ ആക്ട് NOCക്ക് വേണ്ടി ഈ വകുപ്പിലേക്ക് വരുന്നില്ല എന്ന് പ്രശ്നമില്ലല്ലോ, നിയമം മാറ്റാൻ നിയമം ഉണ്ടെങ്കിൽ പാലിക്കണം എന്ന് പറഞ്ഞു. അതെ. അപ്പം ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഈ നിയമം അങ്ങ് മാറ്റിക്കോ, നിയമം മാറ്റാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടല്ലോ, സാറിനുണ്ടല്ലോ. നിയമം മാറ്റാനുള്ള അത് ചെയ്യത്തില്ല, നിയമം അങ്ങനെ ഇരിക്കുകയും ചെയ്യണം. സോ ഞാനിത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പാടില്ല, പ്രാക്ടിക്കൽ ആകണം എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. ഉമ്മൻചാണ്ടി ഒരു അവസരവാദിയായ മുഖ്യമന്ത്രിയാണെന്നാണോ പറയുന്നത്? ആയിരുന്നു. ഈ അവസരവാദി എന്ന് നമ്മൾ ഒരു മലയാളത്തിൽ പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കോണോട്ടേഷൻ ഉണ്ടെങ്കിലും ഇംഗ്ലീഷിൽ അവസരത്തിന് ഓപ്പർച്യൂണിറ്റി എന്നല്ലേ പറയുക. അത് ഓപ്പർച്യൂണിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാലും നമ്മൾ പലപ്പോഴും അതൊരു നല്ല ഇതിലായിരിക്കില്ല. പക്ഷേ ഈ മാക്കിവെലി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ തന്ത്രജ്ഞൻ, അതായത് സ്ട്രാറ്റജി, അപ്പൊ ഞാൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒരു ബുക്ക് എഴുതിയതുകൊണ്ടാണ് ഞാൻ ഈ മാക്കിവെലിയും ഞാൻ സൺസൂലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ മാക്കിവെലി. അപ്പൊ അദ്ദേഹം ഈ പവറിനെ പറ്റിയും പവർ എങ്ങനെ ഉപയോഗിക്കേണ്ടതിനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉമ്മൻചാണ്ടി മാക്കിവെലിയുടെ ആ ഒരു തന്ത്രങ്ങളും മാക്കിവെലിയും പ്രിൻസിപ്പിൾസും ഒക്കെ അത് എവിടെ പഠിച്ചിട്ടുണ്ടാവും. പുള്ളി നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അതിനെ നമ്മളൊരു അവസരവാദി ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് നല്ലതെന്ന് തോന്നുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് അപ്പോൾ സമ്പത്ത് തരുന്നവര്, സ്വാധീനമുള്ളവര്, സമുദായങ്ങൾ, ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. സാറ് മുഖ്യമന്ത്രി ആയാലും അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരില്ലേ? അല്ല, നമ്മളുടെ ഭരണഘടനയിൽ ഈ ലെജിസ്ലേച്ചർ അവരുടെ പണി നിയമം ഉണ്ടാക്കുക, നിയമത്തിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വേണമെങ്കിൽ കാലോചിതമായിട്ട് അപ്ഡേഷൻ ചെയ്യുക, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് അമെൻമെൻറ്റ് വരുത്തുക. ഇതൊക്കെയാണല്ലോ ഈ MLA ആയിട്ട് നമ്മൾ വോട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ, അല്ലെ MP ആയിട്ട് അവരുടെ പണിയിൽ പ്രധാനമായ പണി അതാണ്, നിയമനിർമ്മാണമാണ്. അവർ നമ്മൾ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നല്ലേ പറയുന്നത്.
അല്ലെ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാണ് ഇവരെ വിടുന്നത്. ഉമ്മൻചാണ്ടി അങ്ങനെയാണ് 50 കൊല്ലത്തോളം അവിടുത്തെ ജനങ്ങൾ MLA എന്നും പറഞ്ഞിട്ടാണ് ആദ്യം വിടുന്നത്. അത് ചില സമയങ്ങളിൽ പുള്ളി മന്ത്രിയായി മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ ആയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവരുടെ ആത്യന്തികമായ പണി നിയമനിർമ്മാണം, നിയമം മാറ്റുക, നിയമത്തിൽ നിന്ന് കുഴപ്പമുണ്ടെങ്കിൽ അതിന് അമെൻഡ്, അങ്ങനെയൊക്കെയാണ്. പിന്നെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു സാധനം. ഇവരുണ്ടാക്കിയ നിയമം നടപ്പാക്കുക. ഈ ഫയർ ആക്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഉണ്ടാക്കിയ നിയമം നടപ്പാക്കണം. അതിനെന്തെങ്കിലും നടപ്പാക്കുന്ന കുഴപ്പമുണ്ടോ? ഈ അസംബ്ലി കൊണ്ടുപോയിട്ട് അവർക്ക് ഓർഡിനൻസ് ബില്ലും ഓർഡിനൻസും 6 മാസത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് നിയമസഭ ഇല്ലെങ്കിൽ പോലും അടിയന്തരമായിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഭരണഘടനയിലുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാതെ നിയമം നടപ്പാക്കുന്ന ആളുടെ പുറത്ത് കയറി എങ്ങനെ ശരിയാവുക? അപ്പം നിയമം അവിടെ ഇരിക്കട്ടെ, നയം അങ്ങനെ ഇരിക്കട്ടെ, ഉദ്യോഗസ്ഥർ മൗനമായിട്ട് അധികാരികളെ അനുസരിച്ച് അങ്ങനെ നിഷ്ക്രിയരായിരിക്കണം എന്നാണോ ഈ ഭരണാധികാരി? അതാണ് കേരളത്തിലെ പ്രാക്ടിക്കലായിട്ടുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അങ്ങനെയാണ് സാർ. UDFൻ്റെ കഴിഞ്ഞ് LDFിലേക്ക് വന്നപ്പോൾ ഏറെ ആഹ്ലാദിക്കുകയും LDF വളരെ ശക്തമായിട്ട് ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ച് ഞാൻ പറയുന്നത്. സാർ ആ സമയത്ത് അധികാരത്തിൽ ശക്തനാണ്. പിന്നീട് സാർ ചില ഇടപെടലൊക്കെ നടത്തിയപ്പോഴാണ് LDFന് സാറിനോടുള്ള സ്വീകാര്യത നഷ്ടപ്പെട്ടതും എന്നൊക്കെ വരുന്നു. ഇപ്പോൾ UDF കഴിഞ്ഞ് LDFിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു പീരീഡിൽ സാറിൻ്റെ മാനസികാവസ്ഥയിൽ വന്ന മാറ്റം, ഉണ്ടായ അസ്വസ്ഥത, അതൊന്ന് പറയാമോ? അല്ല, എൻ്റെ മാനസികാവസ്ഥയിൽ ഒരു മാറ്റവും ഞാൻ സർവീസിൽ കയറിയതിന് ശേഷം എപ്പോഴെങ്കിലും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. മാനസികാവസ്ഥ എപ്പോഴും ഒന്ന് തന്നെയാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യനെ എനിക്ക് കാണണം. സൂര്യനെ കാണുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് രാവിലെ. അതെ, ഭയങ്കര സന്തോഷമുള്ള. അതുപോലെ രാത്രി എനിക്ക് ചന്ദ്രനെ കാണണം. ഞാൻ ആകാശത്തേക്ക് നോക്കി ഉറങ്ങുന്നതിന് മുമ്പ്, എല്ലാ ദിവസവും കാണാൻ പറ്റില്ല, കാരണം ചില ദിവസം മൂടിക്കിടക്കായിരിക്കുമല്ലോ, എന്നാലും ചന്ദ്രനെ കാണാമെന്ന് ഞാൻ എല്ലാ ദിവസവും നോക്കും രാത്രി. കണ്ടാൽ ഭാഗ്യം. അത് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പം അത് എനിക്ക് അന്നും ഇന്നും ഒക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യം എന്ന് പറയുന്നത് ജോലിയുടെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം, അത് മാറ്റാൻ പാടില്ല. അതിനും എനിക്ക് മാനസികാവസ്ഥയിൽ ഒരു മാറ്റമില്ല. ജനങ്ങളുടെ ഉത്തരവാദിത്വം, അത് മന്ത്രി ആരെന്നോ അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നിയമമാണ് ഇമ്പോർട്ടൻ്റ്. നിയമമല്ലേ നിയമവാഴ്ച എന്ന് പറയുന്നതല്ലേ ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടിസ്ഥാനം. ഈ ഭരണ സംവിധാനങ്ങൾ LDFനും UDFനും സാറിനൊരു മുഖ്യ ശത്രുവായി മാറി. ഇപ്പോഴും കേസുകൾ സാറിനെ വേട്ടയാടുന്നുണ്ട് ഈ തുറമുഖത്തിൻ്റെ. അല്ല, വേറെ ഉണ്ടോ? ഇഷ്ടംപോലെ കേസുണ്ട്. ഒന്ന്, ഞാൻ ബുക്ക് എഴുതിയതിന് തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതൊരു FIR എടുക്കേണ്ട വലിയ മേജർ കുറ്റകൃത്യമാണ്. മേജർ ഞാൻ പറയാം, ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കേണ്ട കുറ്റകൃത്യമാണെന്ന് തീരുമാനിച്ചത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേസുണ്ടോ? ഉണ്ട്. ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാനാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പുസ്തകം എഴുതിയാൽ അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട വലിയ ഹീനമായ കുറ്റകൃത്യമാണ്, മേജർ കുറ്റകൃത്യമാണെന്ന് തീരുമാനിച്ച ശ്രീ പിണറായി വിജയനാണ്. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് നോബൽ പ്രൈസ് കൊടുക്കണ്ടേ? സാറേ, സാറിന് ശേഷം പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ പറയുമ്പോൾ അത് ആവശ്യമില്ലെന്ന് പറയാനുള്ള നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ കേരള സർവീസ് ഇല്ലേ? ഈ അന്വേഷണത്തിന്റെ ഭരണാധികാരികൾ, പാർട്ടിക്കാർ, രാഷ്ട്രീയക്കാർ, മുന്നണികൾ മാറി വരുമ്പം പറയുമ്പോഴും ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരല്ലേ ഇത് FIRും കേസും എടുത്ത് മുന്നോട്ട് വരുന്നേ. അവർക്ക് ഇത് തള്ളിപ്പറയാനും പാടില്ലെന്ന് പറയാനും. അങ്ങനെ നട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അല്ലേ നമ്മൾ ശബരിമലയിലേക്ക് 2-3 സ്ത്രീകളെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഉന്തിത്തള്ളി ആ മല കയറ്റുന്നതിൻ്റെ ഒരു പടങ്ങൾ താങ്കളും ജേർണലിസ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ ഉന്തിത്തള്ളി സ്ത്രീകളെ ഹെൽമെറ്റും വെച്ച് ശബരിമലയുടെ മുകളിലേക്ക് ഇങ്ങനെ തള്ളിക്കയറ്റത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയല്ലേ? ആണല്ലോ. IPS എഴുതി വന്നിട്ട് ഉദ്യോഗസ്ഥൻ തന്നെയാണ്, കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ആലപ്പുഴയിൽ എന്തോ ഒരു 2023 മറ്റോ ഒരു ഈ മുഖ്യമന്ത്രിയുടെ വാഹനം പോയപ്പോഴത്തേക്കും ആരോ കോൺഗ്രസിന്റെ പിള്ളേരാരോ എന്തോ ചെയ്ത് അവരെ തല്ലിച്ചതച്ചതും IPS ഉള്ള ഇതേപോലെയുള്ള ഉദ്യോഗസ്ഥൻ തന്നെയല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരാണ് താക്കോൽ സ്ഥാനങ്ങളിൽ. അപ്പൊ IPS കഴിഞ്ഞ് വരുന്ന ആൾക്കാർ രാഷ്ട്രീയ പാർട്ടികളുടെ, മുന്നണികളുടെ വെറും പാവകളായി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്നാണോ സാർ വിലയിരുത്തുന്നത്? അങ്ങനെയില്ല. ഇപ്പം ഞാൻ ജോലി ചെയ്ത ഉദാഹരണം ഞാൻ പറയാം. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി എൻവയോൺമെൻറ്റിൻ്റെ സീനിയർ അഡ്വൈസറായിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടർ വല്യത്താനായിരുന്നു എൻ്റെ ബോസ്. കേട്ടിട്ടുണ്ടോ ഡോക്ടർ വല്യത്താൻ എന്ന് പറഞ്ഞാൽ? അതെ. അപ്പോൾ ഡോക്ടർ വല്യത്താൻ എൻ്റെ ബോസ്. അതിൻ്റെ അപ്പുറത്തെ മുഖ്യമന്ത്രി എനിക്ക് കാണേണ്ട കാര്യമില്ല, അറിയേണ്ട കാര്യമില്ല. കാരണം എനിക്ക് എൻ്റെ ബോസിൻ്റെ അടുത്ത് വരെ പോയാൽ മതി. അപ്പം
ആ സമയത്ത് ഒരു വലിയൊരു പദ്ധതി ഞാനും ഡോക്ടർ വല്യത്താനും കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമാണ്, ഞാനത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പണി ചെയ്തു എന്നുള്ളതാണ്. ആ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ആഴ്ചയിൽ ഒരു ഫ്ലൈറ്റ് ലോഡ് ഓർക്കിഡ് ഫ്ലവേഴ്സ് ആംസ്റ്റർഡാമിലേക്കുള്ള ഒരു ഫ്ലവർ ഓപ്ഷൻ സെൻറ്ററിലേക്ക് അയക്കണമെന്നുള്ളായിരുന്നു പദ്ധതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് TBGRA എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശാസ്ത്ര ഇതുണ്ട്, ഡോക്ടർ സതീഷൊക്കെ അവിടെ ഓർക്കിഡിൻ്റെ ശാസ്ത്രജ്ഞരാണ്. അപ്പോൾ അതിൻ്റെ വെറൈറ്റീസ്, പുതിയ പുതിയ ഓർക്കിഡ് വെറൈറ്റീസ് അവിടെ ബ്രീഡ് ചെയ്യുക, അവിടെ ഉണ്ടാക്കുക. അത് നമ്മുടെ കൺട്രോളിലുള്ള സ്ഥാപനമാണ്, സർക്കാരിൻ്റെ സ്ഥാപനമാണ് TBGRA പാലോടുള്ള. അതുപോലെ മൂന്നാറിൽ ടാറ്റ ടീ, അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ കൃഷി ചെയ്യാൻ അവർക്ക് അറിയാം, അവർക്ക് അതിനുള്ള ക്ലൈമറ്റ് നല്ലതാണ്, ഓർക്കിഡിനുള്ള വെള്ളമുണ്ട്, എല്ലാം അറിയാം. അപ്പം നമ്മൾ ടാറ്റ ടീയുമായിട്ട് ചർച്ച ചെയ്തു, ഡോക്ടർ വല്യത്താനും കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അവരത് യെസ് പറഞ്ഞു. യെസ്, TBGRA നമ്മുടെ കൺട്രോളിലുള്ളതാണ്. അപ്പോൾ അവിടുത്തെ സതീഷ്, അവിടുത്തെ ശാസ്ത്രജ്ഞർ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, ഏറ്റവും നല്ല നല്ല വെറൈറ്റികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നെടുമ്പാശ്ശേരി എയർപോർട്ട് കിടപ്പുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് അവരോട് സംസാരിച്ചു, നമുക്ക് ഓരോ ആഴ്ചയിൽ ഒരു ഫ്ലൈറ്റ് വെച്ച് കാർഗോ ആംസ്റ്റർഡാം അയക്കാമെന്ന് പറഞ്ഞു. അവിടെ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാക്കണം. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അന്ന് സബ്സിഡിയിൽ ഇങ്ങനെ കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കാൻ പറ്റും എയർപോർട്ടിൽ. അപ്പോൾ അത് ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പദ്ധതി പ്രോജക്റ്റ് റിപ്പോർട്ട് ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച് കുറേ കാലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ടാറ്റ ടീക്ക് നമ്മൾ അയക്കുക, അതിൻ്റെ കൊമേഴ്ഷ്യൽ കാൽക്കുലേഷനൊക്കെ. അപ്പോൾ അവർ ബിസിനസ്സുകാരാണല്ലോ, ആ ബിസിനസ് സ്വകാര്യ മേഖലയിൽ ഒരു കമ്പനിയുടെ ചെയർമാൻ MD ചെയ്യുന്ന പോലെയാണല്ലോ സാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്യുന്നു. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ ആണെങ്കിൽ കേരളത്തിൽ അവിടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആദ്യം ടാറ്റ ടീ അങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ ഒരു ഫ്ലൈറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങൾക്കും. അപ്പോൾ ഞാനന്ന് ഈ ഹോർട്ടികോർപ്പിൻ്റെ MD ആയിരുന്നു ട്രിവാൻഡ്രത്ത്, ഹോർട്ടിക്കൾച്ചർ പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് ഓപ്പറേഷൻ. ആ സമയത്ത് ഒരു ഓർക്കിഡിന്റെ ഒരു ഫെഡറേഷൻ പോലെ എന്തോ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവരൊക്കെ ഈ ഓർക്കിഡ് ഇങ്ങനെ ഈ ചെറുതായിട്ട് കൃഷി ചെയ്ത് വരുന്ന ആ ഒരു കാലഘട്ടം അതെനിക്കറിയാം. ഓർക്കിഡ് കൃഷി ചെയ്യാൻ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവർക്കത് ഉപകാരപ്പെടും. ഇങ്ങനെ ഇവിടുന്ന് റെഡി മാർക്കറ്റ് അങ്ങോട്ടുണ്ട്. സാറി ചെല്ലുന്നിടത്തൊക്കെ ഒരു വികസനത്തിന്റെ ഒരു നവീകരണത്തിന്റെ പദ്ധതിയുമായിട്ട് അങ്ങ് ആഴത്തിപ്പോയി. അത് സർക്കാർ ആഗ്രഹിക്കാത്തോ അല്ലെങ്കിൽ ആ മേഖലയിലുള്ളവർക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും വരുന്നു. ഈ ഒരു സ്വകാര്യ മേഖലയിലെ കമ്പനികൾ അതിവേഗം വളരുന്നു കേരളത്തിൽ, ലോകത്തും. സാറ് മാനേജ്മെൻറ്റ് വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ അന്തർദേശീയ പരിശീലനം നേടിയുകൊണ്ട് സാറ് ചെല്ലുന്നിടത്തൊക്കെ ആഴത്തിൽ സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വ്യാപ്തമായ ഒരു പ്രവർത്തന പദ്ധതി ആവിഷ്കരിച്ചതാണോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി മാറുന്നത്? എല്ലായിടത്തും പ്രശ്നമല്ല. ചില കാലഘട്ടങ്ങളിലാണ് ഈ പ്രശ്നങ്ങളുണ്ടാവുന്നത്. പിന്നെ ചില മന്ത്രിമാർക്ക് അവർക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതി എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം, അവരുടെ പോക്കറ്റിൽ മോണിറ്റൈസ് ചെയ്യാൻ അറിയാമല്ലോ, അവരുടെ പോക്കറ്റിലേക്ക് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം എന്ന് താല്പര്യമുള്ള ചില ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ഒരാകുമ്പോഴത്തേനും സംഗതി എനിക്ക് ഒരു കഷ്ടകാലമായിരിക്കും. ആദ്യഘട്ടം സാറിനെ അവർ ഇഷ്ടപ്പെടുന്നു, രണ്ടാം ഘട്ടത്തിൽ അവർക്ക് വരുമാന സാധ്യത അല്ലെ അവർക്ക് പ്രശ്നമാവുമ്പോൾ സാറിന് പദ്ധതി എല്ലാവർക്കും വേണം. പദ്ധതി ഉണ്ടെങ്കിലല്ലേ അതിലേക്ക് പദ്ധതി വിഹിതം ഉണ്ടാകുകയും അത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ പക്ഷെ അത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഘട്ടം വരുമ്പോഴാണ് ഈ പ്രശ്നമാകുന്നത്. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ സാറ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മനോരമയിൽ ഫീച്ചറൊക്കെ വന്നു, സൺഡേ സപ്ലിമെൻറ്റിൽ. അന്ന് സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ സാർ നൽകിയ ഉത്തരം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഈ സർക്കാർ മേഖലയിൽ പ്രതിബദ്ധതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആവിഷ്കരിക്കുന്ന പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ്, ഇപ്പം അത് തകർക്കാൻ വളരെ പെട്ടെന്ന് എളുപ്പമല്ല. ഇപ്പോൾ സാർ ഈ ആപ്പിൻ്റെ കാര്യം പറഞ്ഞു, മറ്റു പലതൊക്കെ അവർ പിന്നീട് ഇട്ടേച്ച് പോവുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ തൊടാതിരുന്ന് പിന്നീട് വന്നിട്ട് സ്പർശിച്ചില്ല. അന്ന് സാറ് പറഞ്ഞത് സർക്കാർ ഉദ്യോഗസ്ഥർ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചാലാണ് ആ പദ്ധതിയെ പൊളിക്കാൻ പറ്റുള്ളൂ. ആദ്യം ഉണ്ടാക്കിയ ആ പദ്ധതി ഉണ്ടല്ലോ, അതുകൊണ്ട് ആരും അങ്ങനെ അധ്വാനിക്കാത്തതുകൊണ്ട് തുടങ്ങിയ പദ്ധതി ഒരാൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ അത് എക്കാലവും നിലനിൽക്കും, അത് തുടർച്ചയുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ വികൃതമാക്കാം, വികലമാക്കാം. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഞാൻ ഇരിക്കുന്ന സമയത്താണ് 2005 നെല്ല് സംഭരണ പദ്ധതി തുടങ്ങുന്നത്. അത് ആ സമയത്ത് അത് പോട്ടെ, നെല്ല് സംഭരണ പദ്ധതി അത് കുറേ കേരളത്തിലെ നെൽകൃഷിക്കാർക്ക് അവരെത്ര നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എടുക്കും. അതുപോലെ നിങ്ങൾ നെല്ല് തന്നു കഴിഞ്ഞാൽ അതിന്റെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട്, ഇപ്പൊ മോദി കൃഷിക്കാർക്ക് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് കൊടുക്കത്തില്ലേ? 2005 സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അന്ന് നമ്മൾ തുടങ്ങിയത് അത്. ഡയറക്റ്റ് കൃഷിക്കാർക്ക് 15 ദിവസത്തിനകം നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും എന്ന് പ്രഖ്യാപിച്ച് അവരോട് നിങ്ങൾ എത്ര വേണം നെല്ലുണ്ടാക്കിക്കോ, കേരളത്തിൽ നെല്ലുൽപാദനം കൂട്ടുക.
എന്ന് പറഞ്ഞ് അത് ആ ഒരു പദ്ധതി നടപ്പാക്കി തുടങ്ങിയാണ് 2005. പിന്നീട് അതിന് അന്ന് 15 ദിവസത്തിനകം എല്ലാ കൃഷിക്കാർക്കും അന്നുള്ള കൃഷിക്കാരുടെ അന്വേഷിച്ചാൽ മനസ്സിലാവും. 2005, 2006, 2007 ഞാൻ അവിടെ MD ആയിരുന്നു. എന്താ മാറ്റം അന്ന് 15 ദിവസത്തിനകം അവർക്ക് പൈസ കിട്ടുമായിരുന്നു. അവർ എത്ര ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പിന്നീട് എന്ത് പറ്റി? പിന്നീട് ഈ പദ്ധതിയെ പൈസ ഉണ്ടാക്കുന്ന മാർഗമായിട്ട് മാറ്റിയ ചില കക്ഷികൾ മന്ത്രിമാരായിട്ടും ഒക്കെ ഉദ്യോഗസ്ഥന്മാരായിട്ട് വന്നതിന് ശേഷം ഇന്ന് കൃഷിക്കാർക്ക് 15 ദിവസത്തിനകം പൈസ കിട്ടുമോ? നെൽകൃഷിക്കാർക്ക് പാലക്കാടോ തൃശ്ശൂരോ അതുപോലെ കുട്ടനാട്ടിലോ ഉള്ള നെൽകൃഷിക്കാർക്ക് 15 ദിവസത്തിനകം പൈസ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലാത്തതിന്റെ കാരണം അഴിമതി എന്ന് പറയുന്നത് മാത്രമാണ്. അതിന് ആരും കോടതി ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ എതിരായിട്ടൊരു മുന്നേറ്റം വരുന്നില്ല. അത് കൃഷിക്കാർക്ക് എന്ന് പറയുന്ന അവർ അസംഘടിതരാണ്. അറിയാലോ, കൃഷിക്കാരെ ഇപ്പോൾ അസംഘടിതരായിട്ടുള്ള കക്ഷികളാണ്. അപ്പോൾ അവർക്ക് ഇതിന്റെ നൂലാമാലകളും പരിപാടികളും ഒന്നും അറിയത്തില്ല. അന്ന് ഞങ്ങൾക്ക് 15 ദിവസത്തിനകം കിട്ടിയിരുന്നു. അന്നൊരു MD ഉണ്ടായിരുന്നു. അതിനുശേഷം മന്ത്രി മാറി, ഇങ്ങനെ എന്താ പറയുക, ഉദ്യോഗസ്ഥർ മാറി. അപ്പോഴത്തേനും ഇപ്പോൾ ഞങ്ങൾക്ക് 15 ദിവസത്തിന് കിട്ടുന്നില്ല. ഞങ്ങളുടെ അരി സമയത്ത് എടുത്തുകൊണ്ട് പോകുന്നില്ല. മഴ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് ഇല്ല, മഴ വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ കുതിർന്നു പോകുന്നു, മുളയ്ക്കുന്നു, നഷ്ടം വരുന്നു. ഇതൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളൊരവസ്ഥ വന്നതിന്റെ ഉത്തരം പറയേണ്ടത് ആരാണ്? ഇവിടെ ഒരു കൃഷിമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, സിവിൽ സപ്ലൈസ് മന്ത്രിയുണ്ട്. മറുപടി പറയേണ്ടതില്ല. അവരൊക്കെ പ്രാക്ടിക്കലാ. അവരൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ജനങ്ങളോട് ഉത്തരം പറയണമെന്നുള്ള ചിന്ത അവർക്കില്ല.